പ്രീ ഡയബറ്റിക് സ്റ്റേജ്. ഈ സ്റ്റേജിലാണോ നമ്മൾ എന്നറിയേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. കാരണം ഈ സ്റ്റേജിൽ നമ്മളെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഡയബറ്റിക് സ്റ്റേജിലേക്ക് എത്തുന്നത് തടയാൻ നമുക്ക് സാധിക്കും. വളരെ ചെറിയ കാരണങ്ങൾ കൊണ്ട് തന്നെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജ് അറിയുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ റേഞ്ച് സാധാരണ 110 മുകളിലായാൽ മാത്രമാണ് ഡയബറ്റിക്. ഇത് പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 100നും 120നും ഇടയ്ക്കുള്ള സംഖ്യയാണ് നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജായി കണക്കാക്കപ്പെടുക. 120ന് മുകളിൽ ഡയബറ്റിക് സ്റ്റേജായി കണക്കാക്കപ്പെടും. രണ്ടാമത്തെ ടെസ്റ്റ് OGTT എന്ന ടെസ്റ്റാണ്, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. 75 ഗ്രാം ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ബ്ലഡ് സാമ്പിൾ എടുക്കുന്നതാണ് ഈ ടെസ്റ്റിന്റെ രൂപം. ഈ ടെസ്റ്റ് 140നും 190നും ഇടയിലാണെങ്കിൽ അത് പ്രീ ഡയബറ്റിക് സ്റ്റേജായി നമ്മൾ കണക്കാക്കണം. 190ന് മുകളിലുള്ളവർ മാത്രം ഡയബറ്റിക് സ്റ്റേജായി നമ്മൾ കണക്കാക്കുകയുള്ളൂ. മൂന്നാമത് HbA1c എന്ന ടെസ്റ്റാണ്. ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്നാണ് ഈ ടെസ്റ്റിന്റെ മുഴുവൻ നാമം. ഇതെന്താൽ നമ്മൾ 3 മാസത്തെ നമ്മുടെ ആവറേജ് ബ്ലഡ് ഷുഗർ ലെവൽ അറിയുന്നതാണ്. ഇത് 5.6നും 6.4നും ഇടയ്ക്കുള്ളതാണെങ്കിൽ അത് പ്രീ ഡയബറ്റിക് സ്റ്റേജായി നമ്മൾ കണക്കാക്കേണ്ടതാണ്. 6.4ന് മുകളിലുള്ളത് മാത്രം ഡയബറ്റിക് സ്റ്റേജായി കണക്കാക്കേണ്ടതാണ്. നെക്സ്റ്റ് ടെസ്റ്റ് ഫാസ്റ്റ് ഇൻസുലിൻ ടെസ്റ്റ് ആണ്. ഇത് വളരെ കോമൺ ആയി ചെയ്യുന്ന ടെസ്റ്റ് അല്ല, കുറച്ച് കോസ്റ്റ്ലിയുമാണ്. പിന്നെ അതിൻ്റെ വാല്യൂസ് ഓരോ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ച് വേരി ചെയ്തിരിക്കും. ഈ ലെവലും നമ്മൾക്ക് വെച്ചിട്ട് നമുക്കൊരു ഷുഗർ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണോ അതോ ഡയബറ്റിക് സ്റ്റേജ് ആണോ എന്ന് നമുക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഡയബറ്റീസും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റും കൂടാണ് ഇത്. അടുത്തതായി ലിപ്പിഡ് പ്രൊഫൈൽ, നമ്മൾ കൊളസ്ട്രോൾ അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ്. അതും ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നമുക്കൊരു വാല്യൂ വഴി മനസ്സിലാക്കാവുന്നതാണ്. ട്രൈഗ്ലിസറൈഡ് എന്ന ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ കാണുന്നത്, ആ ട്രൈഗ്ലിസറിനെ ഡിവൈഡ് ചെയ്യുക HDL കൊണ്ട്. HDL എന്ന് പറഞ്ഞാൽ ഹെൽത്തി കൊളസ്ട്രോൾ, ഗുഡ് കൊളസ്ട്രോൾ നമ്മൾ പറയുന്നത്. ഇത് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 2ന് മുകളിലാണെങ്കിൽ, 2ന് മുകളിലാണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ 4ന് മുകളിലാണെങ്കിൽ ഏകദേശം 98% ഡയബറ്റീസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണെന്ന് കണ്ടെത്തിയാൽ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി ഡയബറ്റിക്കിൽ നിന്ന് രക്ഷ നേടാം.